ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണ്. കാരണം ഭരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ്. അപ്പൊ വവ്വാലും വിചാരിച്ച് ഞാനായിട്ട് കുറയ്ക്കുന്നു. ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. കഴിഞ്ഞ ദിവസമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന യുവതി മരണപ്പെട്ടത്. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പ്രതിഷേധം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ KPCC മുൻ പ്രസിഡന്റ് K. മുരളീധരൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പരിഹാസ രൂപേണയാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഞാൻ MLA-മാരോട് ചോദിക്കട്ടെ, അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരള ഗവൺമെന്റിന്റെയാണ്. മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലല്ലേ? ആ ക്ലിനിക്ക് സംസ്ഥാന സർക്കാരിന്റെയാണ്. ഈ മുഖ്യമന്ത്രിയല്ലേ കുറെ നാൾ മുമ്പ് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസുകാർ വന്ന് നിൽക്കുന്നു, മികച്ച ചികിത്സയാണെന്ന്? ഞാൻ ചോദിക്കുന്ന, തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് UDF സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ MLA ഇരിക്കുമ്പോഴാണ് തുടങ്ങിയത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് 100 സീറ്റുകൾ അവർ സാങ്ഷനാക്കി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം, ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം, പഠിക്കേണ്ട ക്ലാസ് മുറികൾ ഉണ്ടാവണം. അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി പൂട്ടിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഫോട്ടോ കണ്ടു ഞാൻ. ആ മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുക. അപ്പൊ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളം. ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ, ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ 1/3 ഇന്ന് കേരളത്തിൽ. കോവിഡിന്റെ പേരിൽ അധികാരത്തിൽ വന്ന സർക്കാരില്ലേ, അങ്ങനെയല്ലേ ഇവിടെ ഭരണ തുടർച്ചയുണ്ടായത്? ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ വാർത്ത നിപ. എത്ര കാലം ഈ രോഗം വന്ന് പിണറായി വന്നെന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴും രോഗം നിന്നിട്ടില്ല. വവ്വാലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാലുണ്ടായിരുന്നു. പക്ഷേ ഈ ചോര കുടിക്കുന്ന വവ്വാലുകൾ പിണറായി വന്നപ്പോഴാണ്. കാരണം ഭരിക്കുന്നവരെ ജനങ്ങളുടെ ചോര കുടിക്കുകയാണ്. അപ്പൊ വവ്വാലും വിചാരിച്ച് ഞാനായിട്ട് കുറയ്ക്കണ്ട. ഈ രോഗം വ്യാപിക്കുകയാണ്. മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു, മരണം വർദ്ധിക്കുന്നു, മരണസംഖ്യ വർദ്ധിക്കുന്നു. മന്ത്രിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ 2 പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന രൂപം ഞാൻ ഇപ്പോഴും മറന്നിട്ടുണ്ട്. അവസാനം നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തവരെ സഹായിച്ച മന്ത്രിയാണ് ഈ വീണ ജോർജ്. സ്വന്തം ജില്ലക്കാരനാണ്. നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തതിന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം കൊലപാതകം നടത്തിയവർ രക്ഷിച്ചു. കൊലക്കുറ്റം ചെയ്യുന്ന പോലെ തന്നെ തെറ്റാണ് ഈ കൊല ചെയ്തവരെ സംരക്ഷിക്കുന്നത്. ആ കൊല ചെയ്തവരെ സംരക്ഷിച്ചു. ഇന്നലെ നേരത്തെ അധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിക്ക് എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുമിരുത്തി മരണ വീട്ടിൽ പോകേണ്ടി വരും. എന്തുകൊണ്ടാ? പകല് പോകാൻ ധൈര്യമില്ല. സൂര്യൻ ഉദിച്ചു വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇവിടെ ആകെ ഒരു ജീപ്പേ ഉള്ളൂ, അത് കള്ളനെ പിടിക്കാൻ പോയിരിക്കുക. ഏത് കള്ളനെ പോലീസ് പിടിക്കുന്ന അറിഞ്ഞൂടാ. കാരണം ഒരുമാതിരി കള്ളന്മാരുന്ന് പോലീസ് പിടിക്കുന്നില്ല.
അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ? വാസവന് 50,000 രൂപ കൊണ്ട് കൊടുക്കും. ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് 50,000 രൂപ. ഇതിന് പറയാണ് അടുത്ത ക്യാബിനറ്റിൽ പരിഹാരം ഉണ്ടാവും. എന്ന ക്യാബിനറ്റ് കൂടുക. ക്യാബിനറ്റ് കൂടണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ? മുഖ്യമന്ത്രി സ്ഥലത്തിൽ അമേരിക്കയില്ല, ചികിത്സ കഴിഞ്ഞ് വരണ്ടേ? 10 ദിവസം മിനിമം എടുക്കും. അത് കഴിഞ്ഞ് വന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം എടുക്കാൻ പോകുന്നത്. എന്ത് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? സത്യത്തിൽ ആ മന്ത്രി അന്ന് അവിടെ ഇല്ലായിരുന്നെങ്കിൽ, അന്ന് കോട്ടയത്ത് ആ മരിച്ചുപോയ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായി. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന നടത്തി ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട, എല്ലാരും കേട്ടല്ലേ? അതിന്റെ അടിയിൽ ഇത് പൂട്ടിയിട്ട കെട്ടണം. ഞാൻ ചോദിക്കട്ടെ, പൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ചോരപ്പാടുകൾ കണ്ടപ്പോൾ ആരെങ്കിലും മുറുക്കി തുപ്പിയായിരിക്കുന്നവർ. എന്നിട്ട് അവസാനം നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ മൃതശരീരം പുറത്തെടുക്കുന്നത്. ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി മന്ത്രിയല്ലേ? എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിൽ ചെലവഴിച്ച കാശിന്റെ കണക്ക് പറയാ. ആ കാശൊക്കെ എവിടെ പോയി? സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്ക് അതിന്റെ ഉത്തരവാദിത്വം. അല്ലാണ്ട് 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നവർക്കല്ല. അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശനി ആരംഭിച്ചു. അന്ന് ആരംഭിച്ചതാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, കണ്ടകശനി കൊണ്ടേ പോകും. പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് തൽക്കാലം വീണ ജോർജ് പോയാൽ ഈ കണ്ടകശനിയുടെ ഇമ്പാക്ട് കുറഞ്ഞു കിട്ടും. കണ്ടകശനി മന്ത്രിയെ കൊണ്ടുപോയി പോകും. അതായത് രോഗികളെ മന്ത്രിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്ത് സർക്കസ് കളിക്കാം, എന്തൊക്കെ വീരവാദം മുടക്കിയാൽ, ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാലും വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവുക. അല്ലെങ്കിൽ ഇപ്പൊ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട്. കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. 2 തവണ കണ്ടു, ഇന്നലെയും കണ്ടു, നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു. അതുപോലുള്ള അഭിനയത്തിൽ അത് ഒരു കഴിവ് വേണം. അത് രണ്ടിനും കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കഴിവ് നമുക്കാർക്കും ഇല്ല. പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട്. എന്റെ അത്ഭുതം നമ്മുടെ വാസവനെന്ത് പോയി. അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ, പാരമ്പര്യമുള്ള ആളാണ്. ലോക്കൽ സെക്രട്ടറി മുതല് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ്. ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം എന്തിനാണ് ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ ആടാൻ നിൽക്കുന്നതിന്? എനിക്ക് അതാണ് അത്ഭുതം. അദ്ദേഹത്തിന്റെ കാര്യത്തിലെ ഗൗരവം അദ്ദേഹം കൂട്ടുമതിയാണ് കേട്ടോ. കാരണം മന്ത്രി, പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്പോട്ട് വെച്ച് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്. പക്ഷേ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ വല്ലാതെ അങ്ങ് ആത്മാർത്ഥത കാണിച്ചാൽ പിന്നെ മിക്കവാറും പെൻഷൻ വാങ്ങേണ്ടി വരില്ല. കാരണം 8 മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും. അതുപോലെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയുക. അങ്ങനെ ചില ഡിവൈഎഫ്ഐക്കാരുടെ ഇത് കണ്ടു. അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഞാൻ മറ്റു പുരുഷന്മാരുടെ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ വെടിക്കെട്ടുകാരെ ഉടുക്കു കൂട്ടി പഠിപ്പിക്കും. അതേ ഞാൻ ഡിവൈഎഫ്ഐക്കാരോടും എസ്എഫ്ഐക്കാരോടൊക്കെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇനി താമസിയാതെ ദയവായി വീണ ജോർജ് രാജിവെച്ച് ആരോഗ്യ വകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് പ്രസിഡന്റ് ആ ബിൽഡിംഗ് തകർന്നു വീണപ്പോൾ സാഹസ് യാത്ര നിർത്തിവെച്ച് ഞങ്ങൾ അവിടെ സന്ദർശിച്ചതാണ്. ശ്രീമതിയോടെ പുറത്തു വന്ന വാർത്ത അവിടെ അപകടങ്ങൾ അന്ന് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ MP ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അവിടെ യാതൊരു അനിഷ്ടങ്ങൾ കാണാനില്ലെന്ന് പറയുമ്പോഴും വളരെ ലാഘവത്തോടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാക്കുന്ന
പോലീസുകാർ ഇടപെട്ടതിലൂടെ മാത്രമാണ് നമുക്ക് ആ സമയത്ത് ആ മൃതദേഹം കാണാൻ സാധിച്ചത്. പക്ഷേ അത് പെട്ടെന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ ശ്വാസം മുട്ടി ഈ ക്യാമറ ഉപയോഗിച്ചോടെ തന്നെ ഇത് ഇപ്പോഴേ 1 മാസം ആയില്ല. ചെറിയ സ്റ്റാൻഡ് അപ്പുറം ഇറങ്ങോ?
ഇല്ല ഇല്ല പിന്നോട്ടില്ല കാക്കിക്കുള്ളിൽ പോലീസ് അംഗം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബാരിക്കേഡുകൾ മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ജലപീരങ്കിയും പ്രയോഗിച്ചിട്ടുണ്ട്. പോലീസും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കാതെ ഈ ഒരു പ്രതിഷേധം ഇവർ അവസാനിപ്പിക്കില്ല. കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വരം BBC ന്യൂസ് തിരുവനന്തപുരം.